ഞങ്ങൾ എല്ലാ വിജയത്തിന്റെ ആണിക്കല്ല് ബാലേട്ടനാ. ആ ബാലേട്ടന്റെ ആണിക്കല്ല് ഇളകിയിരിക്കുക. ഓഹോ, എന്തൊക്കെയാണ് നിങ്ങളുടെ മറ്റ് അട്രാക്ഷൻസ്? മരണം ഉറപ്പിക്കാൻ ഒരു ഡോക്ടർ പറയണ്ടേ? അതെങ്ങനെ? ഞങ്ങൾ പറഞ്ഞില്ലേ മോനെ, നമ്മൾ സത്യമല്ലേ പറയുള്ളൂ. നിങ്ങൾ എന്നെ വിശ്വസിക്ക്. വിവരക്കേട് പറയുന്നുണ്ട്, അതിലുണ്ട്. ജീവൻ പോയി എന്നറിയാൻ ഡോക്ടർമാർ വല്ലതും പറയണ്ടേ? അങ്ങനെ പാടില്ല. ഓഹോ, അപ്പൊ എല്ലാരും ഒരു ഗ്രൂപ്പാണല്ലേ? അച്ഛന്റെ ജീവൻ പോകുമ്പോ നമ്മള് തന്റെ സ്പന്ദനാടി ഇടുപ്പ് നിൽക്കും, തന്റെ ശ്വാസം നിൽക്കും. ഞാൻ ക്ഷേത്ര പൂജാരിയാണ്, എനിക്ക് അറിയാൻ പറ്റും. എന്താ നിങ്ങളെ വിചാരം? ഞാനിപ്പോ എന്താ വേണ്ടേ? നിക്കണോ അതോ പോണോ? അപ്പൊ ഇവിടെ വന്നപ്പോ ഇവിടെ നോക്കിയപ്പോഴും സംഭവം എല്ലാം മൂടിക്കെട്ടിരിക്കും. അതുകൊണ്ട് നമുക്ക് സംശയമുണ്ട് ജീവനോടെ വെച്ചതാണോ അല്ലാതെ വെച്ചതാണോ എന്നൊക്കെ. മരിച്ചു എന്ന് പറഞ്ഞ നാട്ടുകാരെ ഇപ്പം കൊണ്ടുവരണം. നിങ്ങളാണ് ആണുങ്ങൾ. തന്നോട് ആരെങ്കിലും കെട്ടിയെടുക്കാൻ പറഞ്ഞ? വിളിച്ച് പോസ്റ്റ്മോർട്ടം നടത്തണം എന്നാണ് പോലീസ് പറയുന്നത്. എന്താണ് അമ്മയ്ക്ക് അതിന്? അമ്മയ്ക്ക് പറ്റൂല. സമാധി സമാധി സമാധി. എന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് എന്നെ തിരുത്താൻ വരരുതെന്ന്. മനസ്സിലായോ? നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ മരണത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുന്നു. നീ എന്തിനാ എന്റെ പുറകെ തന്നെ കെട്ടിയെടുക്കുന്നത്? ചെറിയൊരു പ്രശ്നമുണ്ട്. മുഖത്തും മൂക്കിലും തലയിലുമായി 4 ചതവുകളുണ്ട്. അത് പേശാണല്ലോടാ ഗോവാല. വഴിയുണ്ട്. എന്തോ ഇവിടെ തട്ടി ചെറിയ ഒരു തഴമ്പാണത്, മുറിവല്ല. എവിടെയോ എന്തോ ചിലത് ചീഞ്ഞു നാറുന്നുണ്ട്. ഗോപൻ ഒരുപാട് അസുഖങ്ങളുണ്ട്. എന്താ അത്? ഹൃദയധമനികളിൽ 75% ബ്ലോക്ക്, ലിവർ സിറോസിസ്, വൃക്കകളിൽ ആരോഗ്യ പ്രശ്നങ്ങൾ, ഒപ്പം കാലിൽ അൾസർ. അയ്യോ, വടിയൊക്കെ ഊന്നിയാണെങ്കിലും ദർശനത്തിന് വരുവാൻ. വടിയൊന്നുമില്ല. കണക്കുകളൊന്നും ശരിയാകുന്നില്ലല്ലോ ഗംഗാര. പേടിച്ചിട്ടാ എല്ലാം ചേട്ടാ എനിക്ക് പറഞ്ഞു തന്നിട്ടില്ലേ? ആരോഗ്യത്തിന് ഒരു കുറവില്ല. കാരണം കൃത്യമായിട്ട് ഭക്ഷണാഹാരം, മരുന്ന് ഇതെല്ലാം കറക്റ്റാണ്. ആരോഗ്യത്തിന് ഒരു കുറവില്ല. ഞാൻ ആരാ കേട്ടാ? ആരോഗ്യം നല്ല കിടരോഗിയുടെ ഒരു ശരീരപുഷ്ടിയും ഒരു കുറവില്ല. എന്ന് വെച്ചാൽ പക്ഷേ കണ്ടാൽ അങ്ങനെ തോന്നില്ല. അവർക്ക് ആഹാരത്തിന് വേറെ ഒരു രീതിയിലും നല്ല സ്മൂത്ത് ആയ ആഹാരം തന്നെ അവര് കഴിച്ചത്. നന്നായിട്ട് തന്നെ ഇരുന്നത്. ചിലതൊക്കെ നീ അമുക്കുന്നുണ്ട്. എന്ത് കാര്യം നീ പറഞ്ഞു വരുന്നേ? ബാക്കില് ഓഹോ, എന്റെ സംശയം ബലപ്പെട്ടു. ഒരിക്കലും ഇല്ല, ഒരിക്കലും ഒരു കൊതു കടിക്കാൻ ഞങ്ങൾ അനുവദിച്ചിട്ട് അത്ര നല്ല രീതിയിലാണ്. വെറുതെ അനാവശ്യം പറയരുത്. പിന്നെ മരം വെട്ടുകാരന് പിന്നെ എന്തൊരു വരില്ല. എന്തൊക്കെ അറിയണ്ടത്? ഞാൻ താണു തന്നപ്പോ ഇവരെന്റെ മേലെ കയറുന്ന അത്ര ശരിയല്ല. ഇറങ്ങാൻ പറ. അങ്ങനെ ഒരു മുറിവില്ല. ഇല്ലാത്ത എന്തിനാണ് പറയണത്? അയ്യടാ, നിങ്ങൾ എന്നെ വിശ്വസിക്ക്, ഞാൻ നിങ്ങളെ വിശ്വസിക്കാം. സമാധി എന്ന് പറയുന്നത് എല്ലാവർക്കും സാധ്യമായിട്ടുള്ള സംഭവമല്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭക്തി മാർഗത്തിലുള്ളതാണ് സമാധി. തുടങ്ങി ഞാനൊരു 1000 പ്രാവശ്യം പറഞ്ഞ സമാധി 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 ആരും വിശ്വസിച്ചില്ല. ഇത് എങ്ങനെയാണോ പറഞ്ഞു മനസ്സിലാക്കാം. ഇവരുടെ ഉപജീവന മാർഗം എന്നാണ് എല്ലാ ചാനലിലൂടെയൊക്കെ ഇപ്പൊ പറയുന്നത്. അവൻ പറയുന്നില്ല വാസ്തവമുണ്ട് സജ്ജി. അധ്വാനിക്കണം, ചോര നീരാക്കണം, എല്ലുമുറിയെ പണിയെടുക്കണം. പക്ഷെ അവരുടെ ഭക്തി മാർഗത്തിന് മാത്രമാണ് ഇത് ഉപയോഗിക്കുന്നത്. ഒന്നും ഉണ്ടാക്കാനല്ല, അതൊരു സിദ്ധിയാണ്, ഒരു തപസ്യയാണ്. ഇനി അവർക്ക് ജീവിക്കുന്നതിന് വേണ്ടി 2 പശു നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വാങ്ങിക്കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഹാപ്പി ആയില്ലേ? നമ്മളെല്ലാം മനുഷ്യന്മാരല്ലേ? ഇവന്റെ ആരോഗ്യം കാത്തുകൊള്ളണേ ഭഗവാനെ. പാട്ടെന്ന് വെച്ചാ പത്മനാഭന് ജീവന. എന്താ ആരുടെ മുഖത്തൊരു പ്രസാദം കാണാത്തത്? നിങ്ങൾ എന്നെ ആർദ്രമായി അഭിനന്ദിക്കുന്ന വിചാരിച്ചിട്ട് അതൊന്നും കാണില്ലല്ലോ. ഇത് നിന്റെ കേരളമല്ല, അറബി നാടാ. അറബി നാട്. കേരള is for Malayalam. Malayalam is getting into Malabar. Malabar is getting into Malapur. ഇയാള് വൃത്തികേട് പറയാൻ തുടങ്ങിയ മലപ്പുറ. എന്തോ നാടാ ഇത്? ഇവര് നല്ല ബുദ്ധിയായിരുന്നു സാറേ. ഈയിടെയായിട്ട് എന്ത് പറ്റിയെന്ന് അറിയാൻ പാടില്ല. ആ ബ്രെയിൻ ഇന്നും ഇരിക്കുന്നുണ്ട്. പക്ഷെ പണ്ടത്തെ പോലെ തടി കളിക്ക് പണിയെടുക്കാനുള്ള താക്കത്തില്ല മോനെ. കൽബാണ് മലബാർ. ചേട്ടാ ഇത് വലിയ ശല്യമായല്ലോ. മലബാർ. മൂവി വിളിച്ചോ? ആരും കേൾക്കാൻ പോകുന്നില്ല. കനവാണ് കുളിരാണ് മലബാർ. വെളിച്ചയായിപ്പോ തുടങ്ങിയതാ. മനുഷ്യന് ചെവിതല കെട്ടിരിക്കാൻ വയ്യ. Allah India. Nimda. Those rest tell me.
Allah, India. കേട്ടോ ദൈവം ഉണ്ടാവുന്നതിന് മുമ്പുള്ള ഏതോ കാടൻ ഭാഷയാണ്. Ummi, ummi, ma. ഈ തോല എന്തോന്നാ പറയുന്നത്? എന്തേ മനസ്സിലായില്ലേ? ഇനി മനസ്സിലായില്ലേ? ഒന്നുകൂടെ കേട്ടോളൂ. Ummi, ummi, ma. Umma. ഉമ്മ. അയ്യോ ചേച്ചി, അയ്യോ എന്തിനാ ചേച്ചി വിളിക്കുന്നേ? പിന്നെ പട്ടാപ്പകൽ അഭിവാഹിതായ യുവതിയുടെ മുഖത്ത് നോക്കി ഉമ്മയെ വെച്ച് അമിട്ടായിരിക്കണോ? അയ്യോ Malabar. Malabar. അവനോട് ഈ നിലവിളി ഒന്ന് നിർത്താൻ പറയുന്നേ. അവന്റെ സമനില തെറ്റിയിരിക്കുക പാവം. മ്യൂസിക് സെൻസ് ഇല്ലാത്ത കൾച്ചർലെസ് ഫെലോസ്. അരിക്കല് നെരിക്കല് ചെലിക്കല് ചൊലിക്കല് ചൊരിഞ്ഞിട്ട് ചോയ്ക്കല് ചെരിഞ്ഞിട്ട് ചെയ്യല് മനമടമള്. ഇനി ഈ ഒരു സാധനത്തിന്റെ കുറവും കൂടെ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. എടാ ഈ കാട്ടിക്കൂട്ടുന്ന കോലാഹലങ്ങളൊക്കെ എന്തിനാന്നാ ചോദിച്ചേ? അതാണോ? സാധാരണക്കാരനല്ലെന്ന് മറ്റുള്ളവരെ തോന്നിക്കാൻ ഇതാണച്ചാ പറ്റിയ മാർഗം. 10 വെടി കിട്ടിയാലും ഐ എം ഫ്രം മലബാർ. അത്രേ ഉള്ളൂ. എല്ലാം കൊണ്ടും കഷ്ടകാലം തന്നെ. നമ്മുടെ കാശ് വാങ്ങിച്ചിട്ട് നമുക്കെന്തോ ഔദാര്യം ചെയ്തു തരുന്ന പോലെ ആയിരുന്നു ഇവിടുത്തെ റിസപ്ഷനിസ്റ്റിന്റെ ബിഹേവിയർ. പുതിയ പരാതി എഴുതിക്കോ. ആലപ്പുഴ ട്രെൻഡ്സ്. അയാൾ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുക്കേണ്ട വല്ല കാര്യമുണ്ടോ? ആലപ്പുഴ ടൗണിൽ തന്നെയുള്ള ട്രെൻഡ്സിന്റെ കാര്യമാണ്. നിനക്ക് റോങ് ആയിട്ട് തോന്നിയായിരുന്നു? മോശമായിട്ട് തോന്നിയായിരുന്നു. എനിക്കങ്ങനെ തോന്നി, അത്ര തന്നെ. എന്നാ നിനക്ക് ഇനി അങ്ങനെ തോന്നണ്ട, അത്ര തന്നെ. 3 ഈ സംഭവമില്ലേ, ഇത് 3 MD ആണ്. ഇതിനകത്ത് മാത്രമേ ഗുളികയുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ പ്രശ്നം എന്താണ്? ഫ്രണ്ട് ഫുൾ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അപ്പുറയും ഇപ്പുറയും കിടക്കുന്ന വണ്ടികളുടെ നമ്പർ പ്ലേറ്റും കൂടെ ഒന്ന് എടുത്ത് വെച്ചേക്കാം. നമ്മുടെ തൊഴിൽ ചെയ്യുന്ന മറ്റുള്ളവരിൽ നിന്നും ഞാൻ ഇവിടെ വ്യത്യസ്തനാവുക. കാരണം നമ്മള് ഇവിടെ ഇല്ലാത്ത സമയത്ത് ഇവർ ഫ്രണ്ടോ ബാക്കോ ഒക്കെ എടുക്കുമ്പോൾ നമുക്കൊന്നും തട്ടൊന്നും കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരു തെളിവ് വേണം. ഓ മനസ്സിലായി. സംഭവം തലയ്ക്ക് സ്ഥിരമില്ലാത്ത കേസാണ്. ആരാണ് ഇപ്പുറം കിടന്നതെന്നുള്ളതും ബിഫോർ കണ്ടീഷൻ, നമ്മുടെ വണ്ടി ഇവിടെ കൊണ്ട് ഇട്ടപ്പോൾ ഉള്ള ആ ഒരു കണ്ടീഷനും ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്നുള്ളത്. അല്പന ഐശ്വര്യം കിട്ടിയാൽ അർദ്ധരാത്രിക്ക് ഉടപിടിക്കുന്നു കേട്ടിട്ടേ ഉള്ളൂ. ഇതാ കാണുന്നു. നോക്കിയിട്ട് ഇവിടെ തൊട്ടടുത്ത് അങ്ങനെ CCTV ഒന്നും കാണുന്നില്ല. അപ്പൊ അതുകൊണ്ട് ചെറിയ ചെറിയ മൈനർ സ്ക്രാച്ചസ് വന്നാലും നമുക്ക് പറയാൻ പറ്റണം എന്റെ വണ്ടി ഇവിടെ കൊണ്ട് ഇട്ടപ്പം ഫുൾ സെറ്റ് ആയിരുന്നു, ബാക്കി നിങ്ങളുടെ ഉത്തരവാദിത്വം ആയിരുന്നു എന്നുള്ളത് പറയാൻ പറ്റണം. ഇദ്ദേഹത്തിന് ഇത്ര വിവരം ഉണ്ടെന്ന് കണ്ടാ പറയില്ലല്ലേ? എനിക്ക് പേടിയാതായിരുന്നു ഓവർനൈറ്റ് ആകുമ്പോഴത്തേക്കും വണ്ടിക്ക് മുഴുവൻ സ്ക്രാച്ച് ഇട്ട് വെക്കുക എന്നുള്ളത്. ഇവനൊക്കെ എവിടെ നിന്ന് വരുന്നതാ? രാവിലെ പല്ലൊക്കെ തേച്ചിട്ട് ഒരു മോർണിംഗ് കോഫി എല്ലാം കുടിക്കുന്നത് അല്ലെങ്കിൽ ചായ കുടിക്കുന്നത് നിങ്ങൾ തെറ്റായിട്ടാണ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതും കുറ്റ പിന്നെ അത് കിട്ടണം. എന്നെ വേണേ 2 അടി അടിച്ചോ, പക്ഷെ ഞാൻ ഉള്ളത് പറയും. ഇനി എന്റെ മേളിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ കിട്ടിയായിരുന്നു. കുറച്ച് ഓറഞ്ച് ജോലി, അതുപോലെ തന്നെ ഉണങ്ങിയ ഒരു റംബൂട്ടാനും ഇവിടെ കിട്ടിയേക്കുന്നത്. ഒരു മൈക്ക് കൂടെ വാങ്ങിച്ചു തരാം, നാട് മുഴുവൻ വിളിച്ചു പോകും. ഇത് ജസ്റ്റ് കുട്ടികൾ വല്ലതും കളിച്ചപ്പോഴത്തേക്ക് മേളിൽ എത്തിയിട്ടുള്ളതാവാം. ഇതിന്റെ പേരിൽ നമ്മുടെ കസ്റ്റമർ ആരും കുറ്റം പറയാനായിട്ട് വരണ്ട. വാഴ അടിക്കാതെ അതൊക്കെ എടുത്ത് അടുക്കി വെക്കണോ? ഈ ബെഡിന്റെ സൈഡ് ഉണ്ടല്ലോ, ഇവിടെ ഇങ്ങനെ ഒരു കൗച്ച് പോലെ സാധനം ഉണ്ടായിരുന്നു. അത് ഇൻബിൽട്ട് ആയിട്ട് തന്നെ, പക്ഷെ അതിന്റെ ഗ്രൂവ്സിനിടയിൽ നല്ല രീതിയിൽ പൊടി പിടിച്ചിട്ട് സീനായിട്ടുണ്ടായിരുന്നു. നീ എവിടെ വന്ന മരഭൂതമേ? ഇപ്പൊ കട്ടിലുകളുണ്ടല്ലോ, ഇനി അടിയിൽ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾ അതിന് അടി എന്തായാലും നോക്കണം. ഒരു നാണയത്തിന്റെ 2 വശവും നമ്മൾ നോക്കണമല്ലോ. അല്ലേ ചന്ദ്രമതി? ടിവിയോ എന്തെങ്കിലും സംഭവങ്ങളുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ ഇതേ നോക്കി, ഇവിടെ ഒന്ന് നോക്കി, അത്യാവശ്യം ഇതേ പൊടിയുണ്ട് കേട്ടാ. ആവശ്യമില്ലാത്ത കാര്യത്തിന് അവിടെ നിന്ന് എന്തിനാ കയറി ഇടപെടുന്നത്? ഇതൊന്നും കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഇതിന്റെ മേളിൽ വരുമ്പോഴത്തേക്കും ഈ ഭാഗങ്ങളിൽ നോക്കുക, പൊടിയുണ്ട് കേട്ടാ. നീ ആരാടാ, ഇവിടത്തെ സൂപ്രണ്ടോ അതോ MDയോ? എന്തോന്നാടാ അത്? ഒന്ന് കയറി വന്നേ, മേളിലോട്ട് കയറി വന്നേ. ദേ ഇവിടെ പൊടിയുണ്ട് കണ്ട. നമ്മൾ കിടക്കുന്നതിന് തൊട്ട് മേളിലത്തെ കർട്ടന്റെ ആ ഒരു റെയിലാണ്. താനാണ് ലോകത്തെല്ലാം തികഞ്ഞിരിക്കണ മഹാന. ഞാൻ ഇതൊക്കെ വളരെ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചതാ. ഉണ്ണിത്താനെ ഇനി പരിശോധിക്കാൻ എന്റെ അണ്ടർവെയറിന്റെ പോക്കറ്റ് ബാക്കിയുണ്ട്, വേണം? അയ്യോ വേണ്ട. അതുപോലെ ബെഡിന്റെ മേളിൽ കാണുന്ന ലൈറ്റ് കണ്ടില്ലേ, അത്യാവശ്യം നല്ല രീതിയിൽ അകത്തും പുറത്തും ഒക്കെ ആയിട്ട് അഴുക്കിരിപ്പുണ്ട്. ഈ ഒരു രീതിയിലാണ് നമുക്ക് റൂം തന്നിട്ടുള്ളത്. നിന്റെ എല്ലി ഞാൻ ചവിട്ടി പൊട്ടിക്കും. അവൻ വലിയ വെളിവേടും പറഞ്ഞതായിരിക്കും. അവന്റെ വെളിവേട് ഞാൻ മാറ്റും. എടാ ഇവന്റെ ഒരു കാര്യം കണ്ടോ? ഓട്ടെ കള, അവൻ നന്നാവൂല. നമ്മള് വെളിയിൽ നിന്ന് എന്ത് കഴിച്ചാലും, അതിപ്പം ഊണിനകത്ത് വരുന്ന കറിയാണെങ്കിൽ പോലും ഇതിനകത്ത് ഉപയോഗിക്കുന്ന എണ്ണ ഒരു കാരണവശാലും എണ്ണയല്ല, അത് മുഴുവനും പെട്രോളിയം പ്രോഡക്റ്റ് ആണെന്ന് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബേൺ ചെയ്ത് കളയാവുന്ന സാധനമൊന്നുമല്ല. വിഡ്ഢിത്തരം പറയാതിരിക്കാ. മനഃപൂർവ്വം പറയണതല്ല, ജന്മനാ വിദ്യയാണേ. സാർ എവനെ ഇവിടുന്ന് ചവിട്ടി പുറത്താക്കാൻ എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ? ഈ പറയുന്ന കാര്യങ്ങൾ എല്ലാവർക്കും ഒന്നും മനസ്സിലാവണമെന്നില്ല. എന്നെ പോലെ പണിയെടുത്ത് കുടുംബം നോക്കിക്കൊണ്ട് വാടകയ്ക്കും മണയത്തിനൊക്കെ നടക്കുന്ന ഇതിലൊക്കെ പാവപ്പെട്ടവർക്ക് മാത്രമേ ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. അവിടെ ഒരു തുമ്പി വെറുതെ ഇരിക്കണ്ടേ, കൂടെ കല്ലെടുപ്പിച്ച് നമുക്കിത് കഴിക്കുമ്പോൾ വയറ് നിറയ്ക്കാനുള്ളൊരു സംഭവം എന്നതിനപ്പുറത്തേക്ക് എന്ത് സാധനമായാലും ഒരു സ്പെഷ്യൽ ഫീലിങ്സ് ഉണ്ടാവുന്നില്ല. മാഷോട് ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ, ഊണ് ശരിയല്ലെങ്കിൽ വേറെ കട നോക്കിക്കോളാൻ.
കുറ്റം പറയല്ലാതെ ഉണ്ണുന്നതിൽ കുറവൊന്നും കാണുന്നില്ലല്ലോ. പുളിശ്ശേരി ഗംഭീരമായിട്ട് തുടങ്ങിയെങ്കിലും സാമ്പാറിലേക്ക് എത്തിയപ്പോൾ സംഭവത്തിന്റെ രൂപം മാറി തുടങ്ങി. അത്രയല്ലേ കാശ് വാങ്ങുന്നുള്ളൂ, ഇപ്പൊ ഇങ്ങനെയൊക്കെ പോരെ എന്നൊരു ചോദ്യമുണ്ട്. എനിക്ക് ഈ ഊണുകൾ കാണുമ്പോൾ എയർലൈനുകളെയാണ് ഓർമ്മ വരുന്നത്. എണ്ണിയാ സാപ്പാട് റൈസ് നന്നവേ ഇല്ലേ? സാമ്പാറിന്റെ പേരിൽ മഞ്ചത്തണ്ണി, രസം പേരിൽ കോമിയ. എനി പ്രോബ്ലം? മീൽ ശരിയില്ലെങ്കിൽ സാർ. കറികൾക്ക് എന്തെങ്കിലും രുചിക്കുറവുണ്ടെങ്കിൽ പറയണം. എന്നാ പിന്നെ അതിനെ നേരം കാണൂ, ഉണ്ണാൻ നേരം ഉണ്ടാവില്ല. ഡിപ്രഷൻ വരും. അയ്യോ, എങ്ങനെയാണ് ഇതിനെ ഇങ്ങനെയാക്കി മാറ്റാൻ പറ്റുന്നതെന്ന്. പക്ഷെ വേറെ ചില റെസ്റ്റോറൻറ്റുകളിൽ പോയി ഭക്ഷണം കഴിക്കുമ്പോൾ ആത്മഹത്യാ ടെൻഡൻസി ഉണ്ടാവുന്നു. അതായത് ഇനി ജീവിക്കണ്ട എന്ന് തോന്നിപ്പോകുന്നു. ഇവിടെ പോയപ്പോൾ എനിക്ക് ആ ഒരു കൈൻഡ് ഓഫ് ഒരു ഫീലിംഗ് ആണ് ഉണ്ടായത്. നിങ്ങൾ ഈ പറയുന്നത് നാട്ടുകാർക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഇല്ലല്ലോ. ഇതുപോലൊരു ഊണുകടയിൽ നിന്നും ഞാൻ ഇനി ഒരിക്കലും ഭക്ഷണം കഴിക്കില്ല. ഫുഡിന്റെ കാര്യത്തിൽ ഇന്ന് കേരളത്തിലെ നമ്പർ 1 ഞങ്ങൾ തന്നെയല്ലേ തോമസ്? അതെ. മോൻ ചെയ്തതിനുള്ളതൊക്കെ മോന് ദൈവം തിരിച്ചു തരും. ദിസ് ഇസ് മീ ജിജെ. നമസ്കാരം, ഞാൻ മൃണാൾ എന്ന പേരിൽ വീഡിയോസ് ഒരുപാട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത്തരത്തിൽ വീഡിയോസ് ചെയ്യുന്ന മൃണാളിന്റെ കടയിലേക്കാണ് ഞങ്ങൾ ഇത്തവണ പോയത്. എന്നെ പൊക്കി പറഞ്ഞ് സോപ്പിടാനുള്ള പരിപാടിയാ കള്ളന്മാര്. എടപ്പള്ളി ലുലുമാളിന്റെ അടുത്താണ് നമ്മുടെ ഈ ഒരു കട വരുന്നത്. പാർക്കിംഗ് ഇല്ലാത്തതുകൊണ്ട് ദൂരെ വണ്ടി ഇട്ടിട്ട് ഞങ്ങൾ നടന്നു വന്നു. ബഹളം ഉണ്ടാക്കരുത്, ഇതിപ്പോ നമ്മൾ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ബന്ധുക്കാരും നാട്ടുകാരുമാ. ആദ്യമേ പൈസ കൊടുത്ത് ടോക്കൺ മേടിച്ചതിന് ശേഷം ഓരോ കൗണ്ടേഴ്സിലായിട്ട് നമ്മൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം. ഇനി ആരും സൂത്രം കാണിച്ചാ ഒരു സാധനം കിട്ടിയില്ലെങ്കിലും പൈസ കൊടുത്തു. കാരണം ഇവിടെ എല്ലാത്തിനും പൈസ അവിടെ ആദ്യം കൊടുക്കണം. അവിടെ ഒരു കൗണ്ടർ ഉണ്ട്. പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന വേറൊന്നും. എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ പൈസ മുഖ്യം, പൈസ ആദ്യം. പൈസയുടെ ആർത്തിയിൽ അവർക്ക് പറ്റിയതല്ല ഭക്ഷണത്തിന്റെ കച്ചവടം. ജോണേ, രണ്ടും കൂടി ഒരുമിച്ച് വേണ്ടാ. ചെട്ടി ചതിച്ചാ ചെട്ടിയെ ദൈവം ചതിക്കുമെന്നാ പഴമൊഴി. ഒരു വേൾഡ് വാർ കഴിഞ്ഞ പോലുണ്ട്. എന്തായാലും പ്രശ്നം തീർന്നല്ലോ? ഇല്ല, തീർന്നില്ല. പ്രശ്നം തുടങ്ങാൻ പോകുന്നുള്ളൂ. വാട്ട്? അയാളുടെ അവിടെ പോയിട്ട് ഭക്ഷണം കഴിച്ച ഒരാളാ. ഐറ്റംസ് കണ്ടുപിടി. ഇതിന് ഫുള്ള് നോക്കുമ്പോ ബിരിയാണിക്കകത്ത് കിടക്കുന്നവൻ മനുഷ്യനെ കഴിക്കാൻ വെച്ചിരിക്കുന്ന ആഹാരത്തിൽ ഇത് എന്താണെന്ന് സാറൊന്ന് പതുക്കെ പറയും. എന്തിന് പതുക്കെയാക്കണം? 4 പേര് അറിയട്ടോ? ആഹാ, കയ്യിലുള്ള കാശ് തന്നിട്ട് പാറ്റയും പൂച്ചയും ഇടം വിഷാംശം കലർന്ന ഭക്ഷണം കഴിക്കണമെന്നോ? ഒന്ന് പോടാ കൊച്ചനെ, കളരി പലതും കണ്ടവനായി വെണ്ടർ. വേറെ വല്ല നമ്പർ കൊണ്ട് ഇറക്കി വിട്. കിടപ്പാടം പോവോ വർക്കി? സാധ്യത ഇല്ലാതില്ല. എന്താ പ്രശ്നം? പോലീസ് വന്നിട്ടേ ഉള്ളൂ. 5 ഗ്രാം കളക്ട് ചെയ്യാൻ കിട്ടിയില്ല. ഇപ്പൊ അടി പൊട്ടും. അടിപൊട്ടെ. ഞാൻ മൂർഖനാ, കരിമൂർഖൻ. കുറച്ചു നാളായി ഞാൻ വിചാരിക്ക ഇവരെയൊക്കെ ഒന്ന് ഒതുക്കണമെന്ന്. കൊച്ചിയിൽ നടുറോട്ടിൽ കത്തിയുമായി പരാക്രമം. റോഡിലൂടെയാണാടാ സൈക്കിൾ ഓടിക്കുന്നത്. എല്ലാത്തിനും കുത്തും ഞാൻ. 4 മാസമായിട്ട് കത്തിക്ക് റെസ്റ്റാണ്. ഇനി ആ റെസ്റ്റ് കൊടുക്കൂല. നാട്ടുകാരുടെ പരാതിയെ തുടർന്നെത്തിയ പോലീസ് സംഘത്തിന് നേരെയും പ്രതികൾ തിരിഞ്ഞു. എന്ത് പറ്റി? ആളുകൾക്ക് ഇപ്പൊ പഴയ പോലെ പോലീസിനെ പേടില്ലാണ്ടായോ? അതറിയോ? എന്റെ ഭഗവതി, ഞാൻ എന്തൊക്കെയായി കേൾക്കുന്നത്? തോന്നിയാസം കാണിച്ചാൽ വെട്ടിവെച്ച് കൊല്ലും ഞാൻ. അതിനുള്ള പ്രതിവിധി എന്റെ കയ്യിലുണ്ട്. സംഭവത്തിൽ പാലാരിവട്ടം സ്വദേശി പ്രവീണെ അറസ്റ്റ് ചെയ്തു. ആരാണ് ഈ വിദ്വാൻ? അവനെ കിട്ടിയ ചെവിക്കല്ല് നോക്കി ഒന്ന് കൊടുക്കാമായിരുന്നു. ബാക്കി ഞാൻ അവിടെ ചെന്ന് തരാം. തോന്നിയാസല്ലേ മോളവൻ കാണിച്ചത്? നിയമം കയ്യിലെടുക്കാന്നൊക്കെ പറഞ്ഞ പെണ്ണെ, നീ നിർത്തിക്കോ. സഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. എനിക്ക് എന്റെ ഉച്ച മുതൽ ഉള്ളങ്കാല് വരെ ചൊറിഞ്ഞു കയറുന്നു. ഞാൻ ചൊറിഞ്ഞു തരാൻ സൂപ്രണ്ടേ. ആകാശത്തേക്കോടെ പോണ റോക്കറ്റ് തോട്ടിട്ട് പിടിച്ച് ആസനത്തിൽ വെച്ച് പൊട്ടിക്കാന്ന് കേട്ടണ്ട. ഇതാണ് ഐറ്റം. കളരിമുറ അല്പം അറിയാവുന്നതുകൊണ്ട് മാത്രം ഞാൻ രക്ഷപ്പെട്ടു സാർ. ഇയാളെന്തിനാ വഴി ചൂടാവൂ. എടോ, ആൾക്കാരെ ഇടംകൊല്ലിട്ട് വീഴ്ത്തുന്ന എന്റെ ഒരു ഹോബിയാണ്. കോഴിക്കോട് സ്വദേശി റെസ്ലിയും കസ്റ്റഡിയിലാണ്. തന്നോട് ആർക്കും കെട്ടിയെടുക്കാൻ പറഞ്ഞ? നിന്നെ പോലത്തെ 10-200 നിരക്ക് നിർത്തുന്ന എന്നെ ബഹുമാനിക്കാത്ത ഓരോരുത്തർ നീ അവിടെ. അടിക്കണവനെ, തീർക്കണവനെ, അവിടെ കൊല്ലണോ? ഞാനോ?
എന്തിനാടാ കൊന്നിട്ട്? ഇയാളുടെ മകളും നമ്മളെ പോലെ തന്തയില്ലാതെ വളരാനോ? നീ എന്ത് തേങ്ങയാടി പറയുന്നേ? ജനിച്ചു വീണ അന്ന് തന്നെ അച്ഛൻ മരിച്ചെന്നുള്ള ചീത്തപ്പേര്. ഞാൻ കോമഡി ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടി തന്നെയാ കട്ട ബാസിൽ സംസാരിക്കുന്നത്. നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ കോമഡി. ജീവിതകാലം മുഴുവൻ ആ കുഞ്ഞു കേൾക്കാനോ? ഇവിടെ തന്നെയല്ലേ അവളും വളരേണ്ടത്. പക്ഷെ എന്നോട് തെറ്റ് ചെയ്ത നിയമത്തോട് അതേ ഭാഷയിൽ മറുപടി പറഞ്ഞാൽ ഞാൻ ആരായി? നമ്മൾ അനാഥരാണ്, പക്ഷെ ഗുണ്ടകളല്ല. എന്താ എവിടെ നിന്ന് കിട്ടിയതിന്? ക്രിമിനൽ അല്ല ആൻഡോ സാറേ. അപ്പൊ വടിവാളും കൂടി വാളും എടുത്ത് വെക്കാൻ പറഞ്ഞതോ? അതൊക്കെ ഏതെങ്കിലും ഒരു കൊല്ലന് കൊടുത്ത് അരിവാളാക്കിയിട്ട് കൊയ്യാൻ കൊടുത്തൂടെ? നമ്മൾ ഈ നാട്ടിൽ തന്നെ ജീവിക്കും, പണിയെടുത്താണ് ജീവിക്കുന്നത്. ഈ കടലില് 14 റീൽ ഓടിക്കാതെ വേഗം ക്ലൈമാക്സ് പറ സാറേ. നേരും നിറയായി ജീവിക്കാൻ തുടങ്ങിയതാ നമ്മൾ. വിട്ടേക്ക് സാറേ. അതെ, അവനവന് സ്വന്തമായിട്ടൊരു ശൈലി ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കണം കേട്ടോ. ഹീനോട്ടോ കൊന്നിട്ട് ഈ പരിപാടി വെച്ചിട്ടുള്ള ഡയലോഗ് ഡെലിവറി, മസിൽ പിടുത്തവും ചാട്ടവും എന്താ പുള്ളി കാണിക്കുന്നേ? ഇതുപോലത്തെ ഒരു കോമഡി പീസ്. കഞ്ഞി കുടിക്കാൻ മകയില്ലാത്ത കുടുംബത്തിൽ നിന്നല്ല ഞാൻ വരുന്നത്. പിന്നെന്താ, ഉള്ളിന്റെ ഉള്ളിൽ സ്വല്പ കലയുണ്ടായിപ്പോയി. പക്ഷെ ചൂഷണം അതാരും ഇതാണ് ഞാൻ എതിർക്കും. നമ്മൾ ഗുണ്ടകളല്ല, അനാഥരാണ്. എന്തിനാണ് കൊന്നിട്ട്? കളിയാക്കണ്ട. ഇപ്പൊ തന്നെ ആകെ നാറി. ഒരു കാര്യം പറയാ, ഇനി അധികം പരസ്യപ്പെടുത്തണ്ട കേട്ടോ. എന്തിനാടാ കൊന്നിട്ട്? ഇയാളുടെ മകളും നമ്മളെ പോലെ തന്തയില്ലാതെ വളരാനോ? നമ്മൾ അനാഥരാണ്, പക്ഷെ ഗുണ്ടകളല്ല. സിനിമാ പ്രേക്ഷകരാണ് എന്റെ അച്ഛനെ ഒരു സൂപ്പർ സ്റ്റാർ ആക്കിയത്. സോ അവരെ തീരുമാനിച്ചാൽ എനിക്ക് അതിനുള്ള കാലിബർ ഉണ്ടെന്ന് അവര് മനസ്സിലാക്കിയാൽ മേ ബി വൺ ഡേ ഐ വിൽ പ്രൂവ് ഹു ഐ ആം. നടക്കുന്ന കാര്യം വല്ലോണ്ടേ പറടാ. നിങ്ങക്ക് കാണിച്ചടാ പുല്ലു. మల్లలమాసమా మంజులహాసమా പ്രതിമലపుലോന എదురపదిన వన్నలవనమా മനസ്സിലാക്കിയാൽ മേ ബി വൺ ഡേ വന്ന് കേൾക്കുന്നില്ല. കുട്ടിയും പോയി, കിടപ്പാടവും പോയി, ആ പാടുണ്ടായിരുന്ന മാനവും പോയി. എനിക്ക് പേടിയാവുന്നളിയാ, എനിക്ക് നാട്ടിൽ നിൽക്കാൻ തന്നെ പേടിയാവുന്നു. ബിരിയാണിക്കൊപ്പം സലാഡ് കിട്ടാത്തതിന് ഒരു കല്യാണ വീട്ടിൽ കൂട്ടത്തല്ല് നടന്ന വാർത്ത പറഞ്ഞിരുന്നു. ചവിട്ടും അടിക്കും. അത് എന്റെ കുഴപ്പമില്ല, അതെന്റെ നാടിന്റെ കുഴപ്പമാണ്. അതേ നാട്. കൊല്ലത്ത് കൂട്ടിക്കടയിൽ വിവാഹ സൽക്കാരത്തിന് ശേഷം ബിരിയാണിക്കൊപ്പം സലാഡ് കിട്ടാത്തതിനെ തുടർന്ന് കേറ്ററിംഗ് തൊഴിലാളികൾ തമ്മിലുണ്ടായ തർക്കം കൂട്ടയടിയിൽ കലാശിക്കുകയായിരുന്നു. എന്താ ജയ്സ ഇത്? എല്ലാ പ്രശ്നത്തിലും നീ ഉണ്ടല്ലോ. അടികൾ പലവിധം. പൂരത്തിനടി, ഉത്സവത്തിനടി, പെരുന്നാക്കടി, ഗാനമേളക്കടി, തിയേറ്ററിലടി, പിന്നെ വെറുതെ വരുന്നടി. വിവാഹത്തിനെത്തിയ വധുവും വരനൊക്കെ ഭക്ഷണം കഴിച്ചുപോയി, അതിഥികൾ ഭക്ഷണം കഴിച്ചുപോയി. അതിനുശേഷം ഈ കാറ്ററിംഗിനെത്തിയ തൊഴിലാളികൾ തമ്മിലായിരുന്നു ഈ കൂട്ടത്തല്ല് നടന്ന. അവർ മമ്മലേട്ടിലെ കണ്ണടിച്ചാൻ പൊളിക്കുന്നുണ്ട്. ഒറ്റ അടിക്കട്ടെ, നമുക്ക് സംസാരിച്ച് തീർക്കാം. അതെങ്ങനെ സംസാരിച്ചാ തീരുന്ന പ്രശ്നമല്ലല്ലോ ഇത്. കാര്യം ചോദിച്ചപ്പോ മുറുക്ക് തരാത്തേന്, വള ഒടിഞ്ഞേന്, മോതിരെടുത്തോണ്ട് ഓടിയേന്. എന്താടാ ഇത്? എല്ലാത്തിനും കുത്തും ഞാൻ. 4 മാസമായിട്ട് കത്തിക്ക് റെസ്റ്റാണ്. ഇനി അറസ്റ്റ് കൊടുക്കൂല. രണ്ടാമതിരുന്ന തൊഴിലാളികൾക്ക് ആദ്യം ഇരുന്ന ആളുകൾ സാലഡ് വിളമ്പിയിട്ടില്ല എന്ന പേരിലുള്ള ഒരു തർക്കം അത് തല്ലിലേക്ക് എത്തുന്നു. പിന്നെ കൂട്ടത്തല്ലിലേക്ക് എത്തുന്നു. അത് പാത്രങ്ങൾ എടുത്തെറിയുന്നു. അതിൽ ബിരിയാണികൾ പോലും എയറിലേക്ക് എത്തുന്നു. അങ്ങനെ ചിക്കൻ കാല് കൊണ്ട് വരെ അടിയായി എന്നാണ് പറഞ്ഞത്. എന്റെ പൊന്നടാവേ, ഇവനെ കണക്കൊരു സൈക്കോ നമ്മുടെ നാട്ടിൽ വേറെ ഇല്ല. ഇതാ പറയുന്നത്, ഭ്രാന്തുള്ളവർക്കും ധൈര്യമുള്ളവർക്കും ഒന്നിനെയും പേടിക്കണ്ട. വലിയൊരു ചീത്തപ്പേരാണ് ഈ കൊല്ലം തട്ടാമല ഭാഗത്തേക്ക് ഈ കല്യാണത്തിന്റെ പേരിൽ, അതും ബിരിയാണിക്ക് സാലഡ് കിട്ടാത്തതിന്റെ പേരിൽ അടിയിൽ ഉണ്ടായിരിക്കുന്നത്. അല്ലേലും ഞാനിവിടെ ഒരുമാതിരി നല്ല രീതിയിൽ ഫേമസ് ആയിട്ടുണ്ട്. തെമ്മാടിത്തരം കാണിക്കുന്നതിന് ഒരു അതിരില്ലേ? നമ്മുടെ വില നമ്മൾ തന്നെ കളഞ്ഞു കുളിച്ചില്ലേ? മനുഷ്യന് വഴി കൂടെ നടക്കാൻ മേലുണ്ടായല്ലോ. കുടിക്കുക, തല്ലും പിടി ഉണ്ടാക്കുക. അങ്ങനെ പപ്പടം, ലേസ്, പൊറോട്ട, ബിരിയാണിക്കൊപ്പമുള്ള സലാഡ്. സർ, ഈ കാണുന്നതല്ല എന്റെ ലൈഫിലെ മേജർ ആക്സിഡന്റ്സ്. ഇതെന്തോടോ കമ്മിങ് സൂൺ? അതെ, ഇനി വരാനിരിക്കുന്ന ആക്സിഡന്റിന്റെ ഫോട്ടോസ് ഒട്ടിക്കാനുള്ള സ്ഥലമാണിത്. കമ്മിങ് സൂൺ. അൽഹംദുലില്ലാ. ഏത് മൂട്? പൊളിമൂട്. മനുഷ്യൻ ഇവിടെ സ്വസ്ഥതയില്ലാതെ നിൽക്കുമ്പോൾ അവര് പോകുന്ന മട്ടില്ല. എന്തോ ചെയ്യുമെന്ന് പറ.
ഒരു വീക്കണില്ലേ അത്ര നീട്ടണ്ടല്ലേ നീട്ടണമെന്നല്ല താനിത് തുടങ്ങാൻ വേണ്ട. നീ വായി തോന്നു വിളിച്ച് പറയരുത് കേട്ടാ. പല കേൾക്കാത്ത കിസ്സ കേട്ട് രസിക്കും. ഇനി ഒരു തിരിച്ചു വരവുണ്ടാവില്ല ശശി. എനിക്കറിയാമല്ലോ നീ ആ സ്പിരിറ്റിൽ എടുക്കത്തുള്ളന്ന്. കണ്ടോടാ, ഇത്രയേ ഉള്ളു കാര്യം. നമ്മുടെ പേര് ഒരു കോമാളിയാക്കി പറഞ്ഞോണ്ട് അതുകൊണ്ട് മനുഷ്യർ പുറത്തിറങ്ങി നടക്കാൻ മേല. ഞങ്ങളുടെ രീതി അതല്ല, ഞങ്ങളുടെ ഒരു പ്രത്യേക രീതിയാണ്. അതായത് നമ്മളിവിടെ നിൽക്കുന്ന സമയത്ത് അപ്പുറത്തെ ഭാഗത്ത് നിന്ന് ആളുകളുടെ ഒച്ച കേൾക്കുന്നുണ്ട്, കിട്ടിയെന്നാണ് കരുതുന്നത്. ഏതായാലും അങ്ങോട്ടേക്ക് പോട്ടെ. പോലീസിനെ മെനക്കെടുത്തിയവനടങ്ങും അവന്റെ നാട്ടല്ലൊടിച്ച കൊണ്ട് ദൃശ്യങ്ങൾ തത്സമയം പോലീസ് കിട്ടി ഗോവിന്ദചാമിയെ പിടിച്ചിരിക്കുന്നു. ഇതാ മാതൃഭൂമി ന്യൂസിൽ പ്രേക്ഷകർ കാണുന്നത് തത്സമയ ദൃശ്യങ്ങളാണ്. രാഹുൽ ഓടിക്കോളൂ, ഓടിച്ചിട്ട് പിടിയടാ. ഇതാ ഗോവിന്ദചാമിയെ പിടികൂടുന്ന ദൃശ്യങ്ങൾ. ഞങ്ങൾ പിടിച്ചാൽ പിടിച്ച പോലെ ഇരിക്കും. ഈ വീടിന്റെ വളപ്പിലേക്കാണ് ദൃശ്യങ്ങളാണ് ഗോവിന്ദചാമിയെ പിടികൂടുന്ന ദൃശ്യങ്ങൾ. മതിൽ ചാടി അപ്പുറത്തെ സൈഡിലാണ് മതിൽ ചാടി. ഇപ്പോ അങ്ങോട്ടേക്ക് ക്യാമറയും മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർ തത്സമയം കാണൂ. ഗോവിന്ദചാമി ഇത് എല്ലാത്തിനെയും കടത്തി വിട്ടിക്കളും. പിന്നെ മുട്ടയും പാലും എനിക്ക് കുറച്ച് അധികം വേണ്ടി വരും. ബോഡി ആകെ കലങ്ങിയിരിക്കുക. ഇതാ ഗോവിന്ദചാമിയെ പിടികൂടുന്ന ദൃശ്യങ്ങൾ. ഈ ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിൽ മാത്രമാണ് പ്രേക്ഷകർ. ഇനി കിട്ടാതിരിക്കോടാ. എന്റെ തലേ കിട്ടും. കിട്ടി അഭിലാഷ്, ഗോവിന്ദചാമി പിടിയിൽ. ഇത് വിളിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്, ഒന്നും മുത്തശ്ശി. പിന്നെ ഞാൻ കണ്ണുറന്ന് നോക്കുമ്പോ മനിതർ ഉണർന്നു കൊള്ള ഇത് മനിത കാതൽ അല്ല, അതെയും തണ്ടി പുനിതമാനത്. ഞാൻ തൈക്കാട് ഒരു ചെറിയ തീപ്പൊരി പ്രസംഗം നടത്തി സ്റ്റേഷൻ വന്നേക്കാം. മാതൃഭൂമി ന്യൂസ് ബിഗ് എക്സ്ക്ലൂസീവ്. मैं खुश हो गया, मैं बहुत खुश हो गया. ഗോവിന്ദചാമിയെ പിടികൂടുന്ന ദൃശ്യങ്ങൾ പകർത്തിയത് മാതൃഭൂമി ന്യൂസ് ക്യാമറമാൻ ഷിജിൻ നരിപ്പറ്റ. ഒറ്റ മിനിറ്റ്, ഒന്ന് ശ്വാസം പിടിച്ചോട്ടെ. ഭഗവാൻ തെരി മായ. റിപ്പോർട്ടർ KV രാഹുൽ. നമ്മുടെ വരവേതായാലും ഗംഭീരമായി. തത്സമയ ദൃശ്യങ്ങളാണ് ഏതായാലും മാതൃഭൂമി ന്യൂസിലൂടെ. മറ്റുള്ളവർ പകർത്തിയത് മാതൃഭൂമിയുടെ സ്ക്രീൻ. പ്രഭാര ശവത്തെ കുത്തരുത്. അത്രക്കൊന്നും വിലയില്ലെങ്കിലും ഞാൻ തീരെ കണ്ണിൽ ചോരയില്ലാത്തവനാവാൻ പാടില്ലല്ലോ. പ്രേക്ഷകരെ കണ്ടോളൂ മാതൃഭൂമി ന്യൂസിന്റെ സ്ക്രീനിൽ. മാതൃഭൂമി ന്യൂസിന്റെ ക്യാമറമാൻ ഷിജിൻ നരിപ്പറ്റയും റിപ്പോർട്ടർ രാഹുൽ KVയും സാഹസികമായി ഒപ്പിയെടുത്ത ദൃശ്യങ്ങളാണ്. അതൊക്കെ ഇവിടെ പറയുന്നത് അതൊക്കെ എല്ലാവർക്കും അറിയുന്നതല്ലേ. അങ്ങനെയാണ്. ഇതെല്ലാം വിഷ്വൽസിന്റെ ഫുൾ ക്രെഡിറ്റും ഷിജിന് തന്നെയാണ്. കാരണം ഇവൻ ആള് ജഗജാല കില്ലാടിയല്ലേ, അതുകൊണ്ടല്ലേ എല്ലാം ഞാൻ ഇവനെ തന്നെ ഏൽപ്പിച്ചത്. ഷിജിൻ ആദ്യമേ ഓടുന്നു, ഞാൻ പിന്നാലെ പോകുന്നു. ഞാനവിടെ വീണു. ഷിജിന് എങ്ങനെയാണ് ആ മതിൽ ചാടി പോയതെന്നൊക്കെ ഞാനിങ്ങനെ നോക്കുമായിരുന്നു. തെങ്ങിന്റെ താഴ്ചയുള്ള ആ കിണറ്റിലേക്ക് തവളപ്പത്തില് ചാടല്ലോ ഒരു ചാട്ടം. പിന്നെ ഞാനും ചാടി അപ്പുറത്തേക്ക് പോവുകയായിരുന്നു. ഫുൾ ക്രെഡിറ്റും ഷിജിന് തന്നെയാണ്. അങ്ങനെയൊന്നുമില്ല. പിന്നെ ഈ മിടുക്കൊക്കെ എനിക്ക് ജന്മനാ കിട്ടിയെന്ന ആൾക്കാര് പറയണേ. മാതൃഭൂമി ന്യൂസാണ് പ്രേക്ഷകരിലേക്ക് ഏറെ ആശ്വാസമുള്ള വാർത്താ വിവരം ദൃശ്യങ്ങൾ ആദ്യം എത്തിച്ചത്. അയ്യോ മനുഷ്യന്റെ തൊലി ഉരിയട്ടടാ, അസൂയ തൊലിയാ ഉരിയുന്നത്. അവിടെ ഉണ്ടായിരുന്ന ഏക ദൃശ്യമാധ്യമം അത് മാതൃഭൂമി ന്യൂസ് മാത്രമായിരുന്നു. ഇതിലപ്പുറം ഒരു ഭാഗ്യം എന്താ എന്റെ കുട്ടിക്ക് വേണ്ടത്? അപ്പൊ എന്തുകൊണ്ട് നിങ്ങളാണ് ആദ്യത്തെ പരിഗണന അർഹിക്കുന്നത്? ഗോവിന്ദചാമി എന്ന കൊടും ക്രിമിനൽ നമ്മുടെ വീടിന്റെ പിന്നിലൂടെ കടന്നു പോകുമോ, അപകടകരമായി തീരുമോ എന്ന ആശങ്ക കേരളമാകെ പടരുന്നതിന് ഇടയിലാണ് നാട്ടുകാരുടെ ഇടപെടലിൽ, പോലീസിന്റെ ഇടപെടലിൽ, നാട്ടുകാർ വിവരം നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ വളരെ വേഗത്തിൽ ഇയാളെ പിടികൂടുന്നത്. അത് ഈ ഡിപ്പാർട്ട്മെന്റിന്റെ ചരിത്രത്തിൽ ഒരു വൻ റെക്കോർഡാണ്. ഇതാരാണ് നിന്റേത്? എന്റെ ഭാര്യ. നീ കല്യാണം കഴിച്ചിട്ടുണ്ടല്ലേ എന്നോട് പറഞ്ഞേ? ഇനി പൈക്ക് തുടങ്ങാം. ആ ഒരു ചിന്ത
അയ്യോ ചീത്ത ഒന്നും വിളിക്കാതെ. എന്താ സംഭവം അറിയില്ല, ഞാനിപ്പോ എത്തിയുള്ളൂ. തടി കേടാവാതെ രക്ഷപ്പെട്ട എന്റെ അമ്മയുടെ ഭാഗ്യം. എല്ലാം കുളമാക്കിയോ? കുളമാക്കിയതല്ല, ആയിപ്പോയി. നീ കല്യാണം കഴിച്ചിട്ടുണ്ടല്ലേ എന്നോട് പറഞ്ഞേ? 2 പിള്ളേരില്ലോടോ, കൊച്ചു പിള്ളേരില്ലേ രണ്ടെണ്ണം. അത് കലക്കി. അപ്പൊ യുദ്ധം തുടങ്ങാൻ പോവാ? അതെ, യുദ്ധം തുടങ്ങാൻ പോവാ. ഞാൻ പോകാം. ഈ കേസ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു തുമ്പി കല്ലെടുക്കുന്നത് പോലെ നിസ്സാരമാണ്. എനിക്ക് കേൾക്കും വേണ്ട, ഒന്നും വേണ്ട. നിനക്ക് 2 പിള്ളേരില്ലോടാ, ആ ഒരു ചിന്ത. കിട്ടിയില്ല അല്ലേ? പക്ഷെ അവസാന നിമിഷം കൈവിട്ടു പോയി. ഒന്ന് മാറിയേ. എന്താ ഒരു ശബ്ദം കേട്ടത്? ഒന്നുമില്ല, ശബ്ദം കേൾക്കും. വെറുതെ ഒരു അടി കിട്ടിയതാ. ശരണമയ്യപ്പ. ഒറ്റത്തരം കാണിച്ചാൽ അതിലും വലിയ കെട്ടിയാ പറഞ്ഞില്ലെന്ന് വേണ്ട. 1 വെച്ചാ 2 കിട്ടും. 2 അല്ല, ഇനി ഇവിടെ എന്നാ കൂടുതൽ കിട്ടും. ബ്രദേഴ്സ്, അറ്റ്മോസ്ഫിയർ ശരിയല്ല. ഇതിലും തെങ്ങുമേറി കൈവിട്ട് പനാമറടിച്ച് തീവണ്ടിക്ക് തലവെക്കണോ? അവന്റെ ആത്മാവിന് കൂട്ടായിരിക്കണമേ. അത് മതി, ബാക്കി ഞാൻ അവിടെ ചെന്ന് തരാം. എന്തോ ചീൽത്തൂണ്. അയ്യോ, അപ്പൊ വന്താൻ തലവരവ. അയ്യോ ചീത്ത ഒന്നും വിളിക്കാതെ. നല്ല സഭ്യമായ ഭാഷയിലൊക്കെ സംസാരിച്ചൂടെ നിനക്ക്? ഞാൻ അല്പം മോശം ഭാഷ സംസാരിക്കുന്ന നിനക്ക് കേൾക്കാൻ സൗകര്യമില്ല എന്നാ കേട്ടോ. ഉമ്മച്ച ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇല്ല, ഇല്ലെന്ന്. ആദ്യം അടി പിന്നെ ഡയലോഗ്, അതല്ലാണ് നമ്മുടെ സിസ്റ്റം. അതെ അതെ ഉമ്മച്ച കേക്ക്. എല്ലാം കൃത്യമായിട്ട് മർമ്മത്ത് തന്നെ കൊണ്ട്, പിന്നെ ഞാൻ ശരീരം കൊണ്ടെല്ലാം തടുത്തത് കാരണം ഒന്നും പാഴായില്ല. ആദ്യത്തെ അടി കാരണത്തായിരുന്നേ. എങ്ങനെ വൈൻഡപ്പ് ചെയ്ത് കൊണ്ടുവരും? നമുക്ക് 2 കൂടെ പോവാം. അങ്ങനെ ഒന്നും കളിയാക്കണ്ട കുട്ടാ, ഞങ്ങൾക്കും വരും ഒരു കാലം. ആ വന്ന കാല ഗോപാല ഇത്, പക്ഷെ കഷ്ടകാലായി പോയിന്ന് മാത്രം. വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ അബൌട്ട് ഇറാൻ-ഇസ്രായേൽ വാർ? ഓൾ ഇനി എന്നാ ചെയ്യും കർത്താവേ? നോ ഒപ്പീനിയൻ. എന്താടാ പുച്ഛിച്ചൊരു ചിരി? So if you get opportunities in cinema field, where will go? Then why you will become viral all this thing? But one thing, yes is the came in out of the landfall. നിനക്ക് ഇംഗ്ലീഷ് അറിയോ? On cinema industries don't that's ഡെയിലി ആടി ഇവന്റെ അടുത്ത് തന്നെ വന്നത് വിട്ടിട്ടായി പോയല്ലോ. some people's like don't like me. മതിന്ന് ശരി മതി. ഇംഗ്ലീഷ് ഗ്രാമർ പോലും അറിയില്ല. He doesn't know the basics of English grammar. That don't know, but they were some film industries directors they're like me to ബയോളജിക്കൽ കണ്ണീമണസ് യൂണിവേഴ്സിറ്റി ഓഫ് സിവിൽ ടെക്നിക്കൽ പഞ്ചായത്ത് ഇലക്ഷൻ ഫസ്റ്റ് industry to act. Some are not like me. Okay. രക്ഷപ്പെട്ടു. തിന്ന ബിരിയാണി പോലും ദഹിച്ചു പോയി. Many people are telling that we both are not normal. ദൈവമേ മൂർഖനെയാണല്ലോ ചവിട്ടിയത്. Some the lip lock is good for the film content, but real not the content is possible. പക്ഷെ കുടമാറ്റം നന്നായത് പാറമേക്കാവിന്റെ ആണെങ്കിലും വെടിക്കെട്ട് നന്നായത് തിരുവമ്പാടിരിയാ. ആ കാര്യത്തിൽ താൻ എന്നോട് വാദിക്കണ്ട. But what I thought about is, you are a strategist. You are intelligently you are planning everything. ഒന്നും പേടിക്കണ്ട, ഇവനെക്കാളും വലിയ ജഗജില്ലികളെ കണ്ടിട്ടുള്ളവനാ ഞാൻ. Are you a person like that? Yeah. അത്തായത് നിന്റെ ഇനി നീ ഊരണ്ട. You told something about Nigla Vimalal. അങ്ങനെ ചോദിച്ചാ You want to marry an intelligent girl like Nigla Vimalal. only like. നമ്മൾ വായി നോക്കിയുള്ള ചുറ്റി തിരിയാത്ത ഇടവില്ലല്ലോ. You like Nigla Vimalal? No, that's character I like. Characters Bold. She's very bold. She is very bold. സ്ത്രീകളുടെ മനഃശാസ്ത്രത്തിൽ ഞാനൊരു എക്സ്പെർട്ട് ആയിരിക്കാം. Her character to translate some other girls. Correct. Okay. നീ എന്റെ ശിഷ്യൻ തന്നെയാണടാ. When people laugh at you, do you get hurt? I don't hurt. എന്താടാ? ഒന്നുമില്ല.
because once upon a time I will participate in competition. So many people were laughing and clapping. That the beginning. ബാക്കി കാര്യം ഞാൻ ഇപ്പൊ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഉണ്ടോ? നീ വെള്ളത്തിൽ ചോദിക്കും. എനിക്കും ശരിയാവില്ല. നീ വാ. Shall I help you? Excuse me. ഈ ലക്കത്തിന്റെ തുടർച്ച അടുത്ത ലക്കത്തിലും വരുന്നുണ്ട്.